ഇറാനെതിരായ യുദ്ധം വിജയിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി വിജയിച്ചെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇറാനെതിരായ യുദ്ധം 4 ആഴ്ച പിന്നിട്ട ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ട്രംപ്. വിവരങ്ങളുമായി നീത നാരായണൻ ചേരുന്നു. നീത, ഇറാനെതിരായ സൈനിക നടപടി ആരംഭിച്ച് 4 ആഴ്ച പിന്നിടുമ്പോൾ തങ്ങളുടെ പ്രധാന യുദ്ധലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന്റെ വക്കിലാണെന്ന് ട്രംപ് പറയുകയാണ്. ഈ തുടർ നീക്കങ്ങളൊക്കെ അതീവ ഗൗരവത്തോടെയാണ് ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുന്നത്. കാരണം ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വഷളായിക്കൊണ്ടിരിക്കുന്നു ായിട്ട് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ട്രംപിന്റെ ഈ പ്രഖ്യാപനം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചകൾക്കല്ലേ വഴിവെച്ചിരിക്കുന്നതും. അക്ഷയ് സൂചിപ്പിച്ചതുപോലെ ഈ ഇറാൻ ഇസ്രയേൽ സംഘർഷം തുടരുന്നതിനിടയിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു വാർത്താ സമ്മേളനം ഇന്ന് രാവിലെ സംഭവിക്കുന്നത്. എന്തായാലും ഈ സൈനിക നടപടി, ഇറാനെതിരായ ഒരു സൈനിക നടപടി ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നുള്ളതായിരുന്നു പേരിട്ടിരുന്നത്. അത് വിജയം എന്നുള്ളതാണ് US ഇപ്പോഴും ട്രംപ് അവകാശപ്പെടുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ നടപടിയെല്ലാം പൂർത്തിയാകും, അതുപോലെ തന്നെ ആണവായുധം നിർമ്മിക്കാൻ ഇറാനെ അനുവദിക്കില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് വെടിനിർത്തലിലേക്ക് എന്നുള്ളൊരു പ്രഖ്യാപനമൊക്കെ ട്രംപിന്റെ ഭാഗത്തുനിന്നും വരുന്നത്. പക്ഷെ അപ്പോഴും ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായിരുന്നില്ല, പ്രതികരിച്ചില്ലെന്ന് മാത്രമല്ല അപ്പോഴും സംഘർഷം തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ട്രംപിന്റെ ഒരു പ്രഖ്യാപനവും ഏത് രീതിയിലാകും ഇനി ഇസ്രയേൽ ഇതിനെ എടുക്കുക എന്നുള്ളത് വളരെ നിർണായകമാണ്. എന്തായാലും ഈ യുദ്ധത്തിൽ അമേരിക്ക വിജയം നേടി എന്നുള്ളൊരു അവകാശവാദമാണ് ഇപ്പോഴും ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ഇറാനിയൻ നാവികസേനയുടെ പ്രവർത്തനമൊക്കെ നിലച്ചു എന്നുള്ള കാര്യം കൂടി ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഒരു കരയുദ്ധത്തിലേക്കാണ് ട്രംപ് പോകുന്നത് എന്നുള്ളതിന്റെ സൂചനകളൊക്കെ ലഭ്യമായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ യുദ്ധം അവസാനിക്കുന്നു അല്ലെങ്കിൽ വിജയം കണ്ടു എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളുമായി ഇപ്പോൾ വീണ്ടും ട്രംപ് എത്തിയിരിക്കുന്നത്. ഇത് ഏത് രീതിയിൽ വേണം ഇനി ഇതിനെ കാണാൻ എന്നുള്ളത് വരും മണിക്കൂർ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ വ്യോമസേന പൂർണ്ണമായും നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ട്രംപ് അവകാശപ്പെടുന്നത്. മിക്ക നേതാക്കളെയും കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ട്രംപ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാനിൽ നിന്നുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെല്ലാം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാന് നേർക്കുള്ള ഈ ഒരു നിർണായക തിരിച്ചടി അത് കൃത്യമായി തന്നെ നടത്താൻ സാധിച്ചു എന്നുള്ള ഒരു അവകാശമാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണവും ട്രംപിന്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നു. അതായത് ഈ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ അമേരിക്കയ്ക്ക് ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഇത് തുറന്നില്ലെങ്കിൽ ഇറാന്റെ ആണവ പ്ലാന്റുകൾ ആക്രമിക്കുമെന്നുള്ള ഒരു ഭീഷണിയൊക്കെയാണ് നേരത്തെ തന്നിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ കടലിടുക്കിലൂടെയുള്ള എണ്ണ അമേരിക്കയ്ക്ക് ആവശ്യമില്ല, ഇത് സംരക്ഷിക്കേണ്ട ആവശ്യം രാജ്യങ്ങൾക്കുള്ളതാണ്, വേണമെങ്കിൽ സംരക്ഷിച്ചോളൂ എന്നുള്ളൊരു നിർണായകമായ ഒരു പ്രസ്താവനയാണ് ഇന്നിപ്പോൾ ട്രംപ് എടുത്തിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.